ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ദൈവത്തിന് സ്തുതി. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ സമയത്ത് ഞങ്ങൾ കേൾക്കാൻ പോകുന്ന തിരുവചനം ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശക്തിയും മനസ്സിന് ബലവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് ഈ സമയം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ധ്യാനത്തിനെടുക്കുന്ന വിഷയം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളാണ്. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടിയുണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. ഈ തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് പെസഹ തിരുനാൾ അടുത്തിരുന്ന സന്ദർഭത്തിൽ ഈശോ ജെറുസലേമിലേക്ക് പോവുകയും ജെറുസലേം ദേവാലയം ശുദ്ധീകരിക്കുകയും തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. ആ ഒരു സുവിശേഷ ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഇവിടെ ശുദ്ധീകരണ കർമ്മത്തിൽ യേശു തൻ്റെ പ്രവാചക ദൗത്യം നിർവഹിക്കുകയാണ്. കാരണം അനുഷ്ഠാനങ്ങളുടെ ശുദ്ധീകരണം പ്രവാചകരുടെ ദൗത്യമാണ്. അതുകൊണ്ടാണ് ഈ ശുദ്ധീകരണ കർമ്മത്തിൽ ഈശോ തൻ്റെ പ്രവാചക ദൗത്യം കൃത്യമായി നിർവഹിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അവിടുന്ന് വലിയ പ്രവാചകനായി ദേവാലയത്തിലേക്ക് കടന്നു വരികയാണ്. അനുഷ്ഠാന വിധികളുടെ കാര്യത്തിലും മറ്റ് ശുശ്രൂഷകളുടെ കാര്യത്തിലും ശ്രദ്ധാലുവാകുന്ന യേശുവിൻ്റെ ആ വലിയ ദേവാലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുൻപിൽ അക്ഷരശ വ്യാഖ്യാനിച്ച് തരികയാണ്. പഴയ നിയമങ്ങളിലൊക്കെ ബലിവസ്തുക്കളിലും കാഴ്ചകളിലുമൊക്കെ അതിൻ്റെ അനുഷ്ഠാനങ്ങൾ ബാഹ്യതയിൽ മുങ്ങിപ്പോകുമ്പോൾ, ആന്തരികതയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ വരുമ്പോൾ യേശു തൻ്റെ പ്രവാചകരെ അയച്ചുകൊണ്ട് ബാഹ്യതയിലല്ല ആന്തരികതയിലാണ് പ്രാധാന്യമെന്ന് തൻ്റെ ജനത്തെ പഠിപ്പിച്ച് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കുറച്ചുകൂടെ കൃത്യമായി നമ്മൾ ആ വചനം ധ്യാനിച്ചാൽ ബാഹ്യതയിലല്ല ആന്തരികതയ്ക്കാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. കാരണം നമ്മുടെ ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ആലയത്തിന് ചേരാത്തതൊന്നും ചെയ്യുകയോ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ അരുത്. കർത്താവ് പറയുകയാണ്, ദേവാലയത്തെക്കുറിച്ചുള്ള എൻ്റെ തീക്ഷ്ണത, ഈ ദേവാലയം, ആരാധനകൾ അർപ്പിക്കപ്പെടുന്ന ദേവാലയം എല്ലാം ശുദ്ധമായിരിക്കണം എന്ന് യേശു പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ ഈ തിരുവെഴുത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രവാചക വ്യക്തിത്വമുള്ള മിശിഹായുടെ വരവിനെക്കുറിച്ച് മലാക്കിയുടെ പ്രവചന ഗ്രന്ഥം പറഞ്ഞു വെക്കുന്നത് വളരെ മനോഹരമായ ഒരു തിരുവചന ഭാഗമാണ്. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോൾ ആ വചനം നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്. അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ മുൻപിൽ നിൽക്കാൻ ആർക്ക് കഴിയും? ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരൻ്റെ കാരം പോലെയുമാണ് അവിടുന്ന്. വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നവനെ പോലെ അവിടുന്ന് ഉപവിഷ്ടനാകും. ലേവിപുത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിന് അർപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്നതുപോലെ ശുദ്ധീകരിക്കും.
അലക്കുകാരൻ നമുക്കറിയാം ആ വസ്ത്രം വെളുപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കാരം. അവൻ്റെ കയ്യിലെ കാരം പോലെ അഗ്നിയിലേക്ക് ഇരുമ്പ് വെച്ച് കൊടുക്കുമ്പോൾ അത് ആലക്കാരൻ ഏത് രീതിയിൽ അതിനെ ഉരുക്കി വാർക്കണമെന്ന് നിർണയിക്കുന്നുവോ നിശ്ചയിക്കുന്നുവോ അങ്ങനെ അതിനെ ഉരുക്കി വാർക്കുന്നത് പോലെ കർത്താവാകുന്ന ഈ വലിയ സാന്നിധ്യം, ഈ വലിയ പ്രവാചക ദൗത്യം കർത്താവ് നമ്മളിൽ നിർവഹിക്കുമെന്ന് അവിടുന്ന് പറഞ്ഞു തരികയാണ്. എന്ന് വെച്ചാൽ ഈ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയിൽ മുഴുകിയിരിക്കുന്ന കർത്താവ് അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ ആലയമായ നമ്മളെ എല്ലാവരെയും ശുദ്ധീകരിക്കാനായിട്ട് ആശിക്കുകയും ആഗ്രഹിക്കുകയുമാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പങ്കുവച്ച ഒരു അനുഭവം ഓർക്കുകയാണ്. സിസ്റ്ററെ, എനിക്കൊരുപാട് ആഗ്രഹമുണ്ട്, ഞാൻ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഞാൻ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാ ചോദിച്ചപ്പോഴാണ് പറയുന്നത്, എൻ്റെ ഈ ശരീരമാകുന്ന ആലയത്തിൻ്റെ വിശുദ്ധി ഞാൻ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, നേരത്തെ ഞാൻ ഒരുപാട് മദ്യം ഉപയോഗിച്ചിരുന്ന ആളാണ്, സിഗരറ്റ് വലിക്കുമായിരുന്നു, മൂക്കിപ്പൊടി ഉപയോഗിക്കുമായിരുന്നു, കഞ്ചാവിൻ്റെ ഉപയോഗം സമൃദ്ധമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം ഹിതപ്രകാരം എന്നതുപോലെ വചനം കേട്ടു, ധ്യാനിച്ചു. അവിടെ കർത്താവിൻ്റെ ആലയമാണ് തൻ്റെ ശരീരം എന്നുള്ള ആ ബോധ്യം അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ ആലയം പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കാനായിട്ട് ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്, അതിനുവേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. ഇവിടെ തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, ഈ പെസഹ തിരുനാളിൽ കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും അവൻ ദേവാലയത്തിൽ കണ്ടു. ആയിക്കോട്ടെ, ആ ദേവാലയത്തിൽ ഇപ്രകാരമുള്ള ക്രയവിക്രയങ്ങൾ നടത്തുന്നവരുടെ അനീതി കർത്താവ് ചോദ്യം ചെയ്യുകയാണ്. ദേവാലയത്തിൽ നടക്കുന്ന അനീതി, എൻ്റെ നാമം പേറുന്ന ഈ ആലയത്തിൽ നടക്കുന്ന അനീതി, ഈ അനീതിയെയാണ് കർത്താവ് ഇവിടെ കൃത്യമായി ചോദ്യം ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ ആയിരിക്കുമ്പോൾ പല അനീതികൾക്കും നമ്മളൊക്കെ സാക്ഷ്യം വഹിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും പ്രതികരിക്കാറില്ല, അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് അനങ്ങാതെ ആ ഒരു വശത്തു നിന്ന് മാറി അപ്പുറത്തെ വശത്തേക്ക് പോകുന്ന ഒരു ശൈലിയാണ് നമ്മളിൽ അധികം പേരിൽ ഉള്ളത്. പക്ഷേ കർത്താവ് ഇവിടെ ഈ ദേവാലയത്തിൽ വെലിവസ്തുക്കളുടെ വിൽപ്പനയിലും നാണയമാറ്റത്തിലൊക്കെ ഒരുപാട് അനീതി നടക്കുന്നത് അവൻ ദർശിച്ചു. ഈ അനീതിയെയാണ് കർത്താവ് ചോദ്യം ചെയ്യുന്നത്. അതവിടെ തട്ടിമറിക്കുകയാണ്, അല്ലെങ്കിൽ അപ്രകാരം പ്രവർത്തിക്കുന്നവരുടെ പ്രവർത്തനത്തെ കർത്താവ് ചോദ്യം ചെയ്യുകയാണ്. അപ്പം കുടുംബത്തിൽ, സമൂഹത്തിൽ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് അനുഭവിക്കുവാൻ സാധ്യതയുള്ള ഈ അനീതികളെല്ലാം കർത്താവ് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം നീതിയുടെ പ്രവാചകനായ അവൻ നമ്മളിലെ അനീതിയെയും തുടച്ചു മാറ്റാനായിട്ട് ആശിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അതിന് കർത്താവിൻ്റെ പ്രവർത്തനത്തിന് നമ്മളെ വിട്ടുകൊടുക്കുവാനായിട്ട് നമ്മൾ സന്നദ്ധരാണെങ്കിൽ, നമ്മൾ അതിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ കർത്താവിന് നമ്മളിലുള്ള പ്രവർത്തനം വളരെ എളുപ്പമായിരിക്കും, വളരെ സുഗമമായി കർത്താവിന് നമ്മളിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ഈ ജെറുസലേം ദേവാലയത്തോടനുബന്ധിച്ച് ഒരുപാട് പേരുണ്ട്, പല പല ബിസിനസ്സുകളിൽ, പല പല കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നവർ. പക്ഷേ അവരൊക്കെ നീതിയായിട്ടൊന്നുമല്ല പ്രവർത്തിക്കുന്നത്. വരുന്നവരെ വരുന്ന രീതിയിൽ കാണുന്നു, കേൾക്കുന്നു, പറഞ്ഞു വിടുന്നു. അവിടെയൊക്കെ നടക്കുന്ന, അവരുടെ ഹൃദയങ്ങളിൽ നടക്കുന്ന, അവരുടെ പ്രവർത്തന ശൈലികളിൽ കാണുന്ന അനീതി കർത്താവിനെ ദുഃഖിപ്പിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മളുടെ ഹൃദയം കർത്താവിൻ്റെ നീതിക്ക് വേണ്ടി, കർത്താവിൻ്റെ സത്യത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കാനായിട്ട് റെഡിയാവുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഓർക്കുന്നു, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം പങ്കുവച്ച ഒരു കാര്യം, സിസ്റ്ററെ, എനിക്ക് വേണമെങ്കിൽ എൻ്റെ ജോലിയുടെ സാധ്യതകളിൽ ഇരുന്നു കൊണ്ട് ഒത്തിരി പണം സമ്പാദിക്കാം, ഒത്തിരി പണം എനിക്ക് സമ്പാദിക്കാം, എനിക്ക് കുറച്ചുകൂടെ ഇപ്പോൾ ഉള്ളതിലും ധനവാനായിട്ട് ജീവിക്കാം, എനിക്കിപ്പോൾ ഉള്ളതിലും വലിയൊരു വീട് എനിക്ക് പണിതുണ്ടാക്കാം, ഞാൻ സഞ്ചരിക്കുന്ന വാഹനത്തെക്കാൾ വില കൂടിയൊരു വാഹനം എനിക്ക് ഉണ്ടാക്കാം,
പക്ഷേ ആ സഹോദരൻ പറയുകയാണ്, അനീതിപരമായിട്ട് 32 വർഷമായി ഞാൻ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, പക്ഷേ ഇത്രയും വർഷമായി അനീതിപരമായിട്ടൊന്നും ഞാൻ പ്രവർത്തിച്ചിട്ടില്ല, സത്യത്തിന് വിരുദ്ധമായിട്ടുള്ളതൊന്നും ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. വാസ്തവത്തിൽ ആ ഒരു അനുഭവം ആ സഹോദരൻ പങ്കുവച്ചപ്പോൾ വലിയ സന്തോഷം തോന്നി. കർത്താവിൻ്റെ ആ വലിയ പ്രവാചക ദൗത്യത്തിൽ പങ്കുചേരുന്ന ആ സഹോദരൻ, നമ്മൾ കുടുംബത്തിലായിക്കൊള്ളട്ടെ, സമൂഹത്തിലായിക്കൊള്ളട്ടെ, ഏതെങ്കിലും പ്രത്യേക പോസ്റ്റ് അലങ്കരിക്കുന്നവരായിക്കൊള്ളട്ടെ, അവിടെയൊക്കെ സത്യവും നീതിയും ഒക്കെ അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ യേശുവിനെ പോലെ തന്നെ നമ്മളും നമ്മുടെ പ്രവാചക ദൗത്യം, കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള പ്രവാചക ദൗത്യം നമ്മൾ ചെയ്യുകയാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ജെറമ്യായുടെ പ്രവചന ഗ്രന്ഥം 7-ാം അധ്യായം 11-ാമത്തെ തിരുവചനത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ കാണുകയാണ്, എൻ്റെ നാമം വഹിക്കുന്ന ഈ ആലയം നിങ്ങൾക്ക് മോഷ്ടാക്കളുടെ ഗുഹയോ? എൻ്റെ നാമം വഹിക്കുന്ന ഈ ആലയം നിങ്ങൾക്ക് മോഷ്ടാക്കളുടെ ഗുഹയോ? ദൈവത്തിന് നാമം വഹിക്കുന്ന ഈ ആലയം, എൻ്റെ ശരീരമാകുന്ന ആലയം, ഞാൻ ആരാധന അർപ്പിക്കാനായിട്ട് പോകുന്ന എൻ്റെ ദേവാലയം, അതെല്ലാം കള്ളന്മാരുടെ ഗുഹയാക്കി, മോഷ്ടാക്കളുടെ ഗുഹയാക്കി നിങ്ങൾ മാറ്റുകയാണോ? ദൈവമായ കർത്താവ് ജെറമ്യാ പ്രവാചകനിലൂടെ ചോദിക്കുക, എൻ്റെ നാമം വഹിക്കുന്ന ആലയം, കർത്താവിൻ്റെ നാമം വഹിക്കുന്ന വ്യക്തികൾ, കർത്താവിൻ്റെ നാമം വഹിക്കുന്ന സമൂഹം, കർത്താവിൻ്റെ നാമം വഹിക്കുന്ന അവിടുത്തെ ഭക്തർ, അവരുടെ ഹൃദയം മോഷ്ടാക്കളുടെ ഇടപാടുകൾക്കായി തുറന്നു കൊടുക്കരുത് എന്ന് കർത്താവ് ഇവിടെ കൃത്യമായി വ്യക്തമായി പറയുകയാണ്. തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിനക്ക് ദൈവം തന്ന ഈ കിരീടം, ഈ സമൃദ്ധിയുടെ, ഈ വിശുദ്ധിയുടെ, ഈ നീതിബോധത്തിൻ്റെ, ഈ സത്യത്തിൻ്റെ ഈ കിരീടം ആരും കവർന്നെടുത്തുകൊണ്ട് പോകാതിരിക്കാനായി നിനക്കുള്ള നിധി നീ കാത്തു സൂക്ഷിക്കണം എന്ന് വിശുദ്ധ ഗ്രന്ഥം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, കർത്താവിൻ്റെ നാമം വഹിക്കുന്ന എൻ്റെ ഈ ജീവിതം കൊണ്ട്, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഈ ജീവിതം കൊണ്ട് നമുക്ക് ഒരുപാട് വിശുദ്ധിയും പരിശുദ്ധിയും എല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് സന്നദ്ധരാകേണ്ടത് ആയിട്ട് വരികയാണ്. +2 പഠിക്കുന്ന ഒരു കുഞ്ഞനുജൻ, ആ കുഞ്ഞനുജൻ പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ സമയത്ത് ഒരു കൊച്ചു വീടി ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ ഇന്ന് ഞാൻ അതിൻ്റെ അടിമയാണ്. ഓരോ കുമ്പസാരത്തിലും ഞാൻ ഏറ്റുപറയും, എനിക്ക് അതിനകത്തുനിന്നൊന്ന് പുറത്തേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് സിസ്റ്റർ എൻ്റെ തലയിൽ ഒന്ന് കൈവച്ച് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് അതിനകത്തുനിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. ഞാൻ ആ മോനോട് പറഞ്ഞു, ഒറ്റ കാര്യമുള്ളൂ മോനെ, നിനക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ നിൻ്റെ ശരീരമാകുന്ന ഈ ദേവാലയത്തിൽ ദൈവം ആഗ്രഹിക്കാത്തതൊന്നും നടക്കല്ല കുഞ്ഞേ. ഇത് നിൻ്റെ ഈ ശരീരം ദൈവം കുഞ്ഞിന് വേണ്ടി തന്ന ആലയമാണ്. ഈ ആലയത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതൊന്നും സംഭവിക്കരുത്. ധ്യാന സെൻ്ററിലൊക്കെ ആയിരിക്കുമ്പം ധ്യാനക്കാർ വരുമ്പം ആദ്യ ദിവസങ്ങളിൽ അവരോട് പറയുന്ന ഒരു വാചകമുണ്ട്, ഇത് ദൈവത്തിൻ്റെ ആലയമാണ്. അപ്പം ഈ ആലയത്തിൽ സംഭവിക്കാത്തതൊന്നും നിങ്ങളിലൂടെ സംഭവിച്ചേക്കരുത്. ഇവിടെ ഞാൻ പറയും, വലിക്കാൻ കൊണ്ടുവന്നിട്ടുള്ളവർ, മദ്യം കൊണ്ടുവന്നിട്ടുള്ളവർ അത് ഈ പരിശുദ്ധമായ ആലയത്തിൽ ഉപയോഗിക്കരുത് എന്ന് ഞാൻ പറയാറുണ്ട്. എന്തിനാത്? ദൈവത്തിന് നാമം വഹിക്കുന്ന ഈ ആലയം, ദൈവത്തെ തന്നെ ഞാൻ സംവഹിക്കുന്ന എൻ്റെ ഈ ആലയം, അത് ശുദ്ധമായിരിക്കണം എന്ന് കർത്താവ് നമ്മളെ ജെറമ്യാ പ്രവാചകനിലൂടെ പഠിപ്പിക്കുകയാണ്. വീണ്ടും സക്രിയായുടെ പ്രവചന ഗ്രന്ഥം 14-ാം അധ്യായം 21-ാമത്തെ വചനത്തിലേക്ക് പോകുമ്പോൾ അവിടെ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ സ്ഥലം കച്ചവടമാക്കരുത്. ദൈവത്തിൻ്റെ സ്ഥലം കച്ചവടമാക്കരുത്. ഇത് ദൈവത്തിൻ്റെ സ്ഥലമാണ്, ഇത് ദൈവത്തിൻ്റെ സ്ഥലമാണ്, ഇത് ദൈവത്തിൻ്റെ സ്ഥലമാണ്. അത് കച്ചവടമാക്കരുത് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുക. എൻ്റെ ബുദ്ധി പലവിധ കച്ചവടങ്ങൾക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കാറുണ്ടോ? എൻ്റെ ഹൃദയം, എൻ്റെ ആത്മാവ്, ദൈവം എനിക്ക് തന്ന സാമ്പത്തിക ഉന്നമനം, ദൈവം എനിക്ക് തന്ന മറ്റ് കഴിവുകൾ, അതൊക്കെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ടേ ഉപയോഗിക്കാവുള്ളൂ. അത് കച്ചവട സ്ഥലമാക്കരുത്. എന്ന് വെച്ചാൽ തിന്മകളിലേക്ക്,
പാപത്തിലേക്ക്, മറ്റ് അശുദ്ധികളിലേക്ക് ഒന്നും വിട്ടുകൊടുക്കരുത്, ഏൽപ്പിച്ചു കൊടുക്കരുത് എന്ന് ആണ് കർത്താവ് ഈ സഖറിയായുടെ പ്രവചന ഗ്രന്ഥത്തിലൂടെ നമ്മൾക്ക് ഒരു അറിയിപ്പ് തരുന്നത്. ഒരു സഹോദരൻ കഴിഞ്ഞിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പം എന്നോട് പങ്കുവച്ചൊരു കാര്യമുണ്ട്. സിസ്റ്ററെ, എനിക്കെൻ്റെ കണ്ണിനെ ഒട്ടും നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നില്ല. ആഗ്രഹിക്കാത്തിടത്തേക്ക് എൻ്റെ കണ്ണ് പായുകയാണ്. നാളേറെയായി ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ കണ്ണിനെ ശുദ്ധമായി കാത്തു സൂക്ഷിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന്. എൻ്റെ സഹോദരക്കാരി എന്നോട് പറഞ്ഞോളൂ ഏറ്റവും വിനീതമായി, സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, എനിക്ക് എൻ്റെ അവയവങ്ങളെല്ലാം ശുദ്ധമായി കാത്തു സൂക്ഷിക്കാനായിട്ട് ഒരു ആശയമുണ്ട്, ഒരാഗ്രഹമുണ്ട്. എത്ര ഇതുപോലെ വിശുദ്ധമായി ജീവിക്കാൻ, ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന എത്രയോ ജീവിതങ്ങളുണ്ട്, എത്രയോ ഹൃദയങ്ങളുണ്ട്, എത്രയോ വ്യക്തികളുണ്ട്. പ്രിയ സഹോദര സഹോദരി, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അവിടുത്തെ വിശുദ്ധിക്ക് ചേരാത്തതൊന്നും ചെയ്യാതിരിക്കാനായിട്ടുള്ള നമ്മളുടെ പരിശ്രമം ഉണ്ടല്ലോ, നമ്മളുടെ ആഗ്രഹമുണ്ടല്ലോ, അതിന് ദൈവം വിലയിടും. അതിന് ദൈവം നമ്മളെ സഹായിക്കും, അവിടുത്തെ കൃപയ്ക്ക് അനുസരിച്ച് ജീവിക്കാനായിട്ടുള്ള അഭിഷേകം. അപ്പം യേശു ഇവിടെ തൻ്റെ ആലയമായ ദേവാലയത്തിൻ്റെ യഥാർത്ഥ മഹത്വത്തെ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദേവാലയത്തിൽ കയറി ആ ആരാധനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാറ്റിനെയും അടിച്ച് അവൻ പുറത്താക്കിയത്. ദേവാലയത്തിൻ്റെ മഹത്വം കർത്താവ് എടുത്ത് കാണിക്കുകയാണ്. അത് ദേവാലയമാണ്, ദൈവാരാധന നടക്കുന്ന സ്ഥലമാണ്, അവിടെ മറ്റൊന്നും ചെയ്യാനായിട്ട് പാടില്ല. ആ മഹത്വത്തെ അവൻ അവിടെ എടുത്തു കാണിക്കുകയാണ് യേശുവാകുന്ന ഈ വലിയ പ്രവാചകൻ. ഈ വചനം വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, ഞങ്ങൾ ഗ്രൂപ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു സഹോദരൻ ചോദിച്ചു, സിസ്റ്ററെ, കർത്താവ് ശാന്തശീലനും വിനീത ഹൃദയനുമാണെന്നാണല്ലോ പറയുന്നത്. അപ്പം ശാന്തശീലനും വിനീത ഹൃദയനുമായ ഈശോയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെ കോപിക്കാനായിട്ട് സാധിക്കുക? ആ പ്രിയ സഹോദരി സഹോദര, അത് യേശുവിൻ്റെ കോപമായിട്ട് കാണരുത്. ദൈവം സ്നേഹിക്കുന്നവർക്ക് സ്നേഹത്തിൻ്റെ അടയാളം മറ്റൊരു രീതിയിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു ഭാഗമാണത്. അല്ലാതെ അവിടുന്ന് നമ്മളോട് കോപിക്കുകയോ ശാസനാപൂർവം പെരുമാറുകയോ അല്ല. ദൈവസ്നേഹത്തിൻ്റെ മറ്റൊരു പുറമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാമത്തെ വചനം വളരെ ശ്രേഷ്ഠമാണ്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു, എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല, ദൈവകോപം അവൻ്റെ മേൽ ഉണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കോപം എങ്ങനെയുള്ളവരുടെ മേലാണ് ഉള്ളത് എന്ന് വചനം കൃത്യമായി പറയുകയാണ്. പുത്രനിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനിൽ നിത്യജീവനുണ്ട്. അപ്പോൾ പുത്രനിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ ഈ ആലയം, ദൈവത്തിൻ്റെ ആരാധന നടക്കുന്ന ആലയം, എൻ്റെ ഹൃദയമാകുന്ന ആലയം, എൻ്റെ ശരീരമാകുന്ന ആലയം ഞാൻ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ്. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് യേശുക്രിസ്തുയെ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് നിത്യജീവൻ. എന്നാൽ പുത്രനെ അനുസരിക്കാത്തവനോ, അവനെ ബഹുമാനിക്കാത്തവനോ, അവൻ്റെ പ്രബോധനങ്ങളോട് അംഗീകാരം പുലർത്താത്തവനോ അവന് ജീവൻ ദർശിക്കാൻ സാധ്യമല്ല എന്ന് യേശു വളരെ കൃത്യമായി പറയുകയാണ്. അടുത്ത വചനം, ദൈവത്തിൻ്റെ കോപം അവൻ്റെ മേലാണ് ഉള്ളത്. അപ്പം അത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട്, ദൈവം നമ്മളെ കൂടുതൽ കരുതുന്നത് കൊണ്ട്, ദൈവം നമ്മളെ വിശുദ്ധിയിലേക്ക് കൂടുതലായി വിളിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രകാരമുള്ള അവസ്ഥകളിലേക്ക് കർത്താവ് നമ്മുടെ നേരെ വിരൽ ചൂണ്ടുന്നത്. നിങ്ങളറിയാം, മക്കളെയൊക്കെ വളർത്തുമ്പോൾ അപ്പച്ചനോ അമ്മച്ചിയോ തൻ്റെ കുഞ്ഞൊരു തെറ്റ് കാണിച്ചാൽ ആ സ്നേഹപൂർവ്വം അതിനെ തിരുത്താറുണ്ട്. ചിലപ്പോൾ അതൊരു ചെറിയ കോപത്തിൻ്റെ മുഖമായിരിക്കാം, ചിലപ്പം അതൊരു ദുഃഖം കലർന്ന മുഖത്തോടു കൂടിയായിരിക്കാം. എന്തിനാ ആ കുഞ്ഞിനെ ഇങ്ങനെ തിരുത്തൽ കൊടുക്കുന്നത്? മാതാപിതാക്കളായ നിങ്ങൾക്കറിയാം, എൻ്റെ കുഞ്ഞ് വഴിവഴിച്ച് പോകാൻ പാടില്ല, എൻ്റെ കുഞ്ഞ് സത്യത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യാൻ പാടില്ല, അശുദ്ധമായതൊന്നും എൻ്റെ കുഞ്ഞ് ചിന്തിക്കാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ആ കുഞ്ഞിന് മാതാപിതാക്കൾ അത് തെറ്റ് കാണിച്ചാൽ വേണ്ട സമയത്ത് ശിക്ഷിക്കുന്നത്, ശാസിക്കുന്നത്. മാത്രമല്ല ചിലപ്പോൾ ശിക്ഷണവും കൊടുത്തെന്നിരിക്കും.
അതാ സ്നേഹമുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ കണക്കാക്കിയാൽ മതി യേശുക്രിസ്തുവിൻ്റെ ഈ പ്രവർത്തനത്തെ. നമ്മളോട് കൂടുതൽ സ്നേഹമുള്ളത് കൊണ്ട്, നമ്മുടെ മേൽ അവിടത്തേക്ക് ഉത്തരവാദിത്വമുള്ളത് കൊണ്ട്, നമ്മളെ എല്ലാവരിലും ഉപരി കൂടുതൽ അവൻ കരുതുന്നത് കൊണ്ട് അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നു. സ്നേഹത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ചിലപ്പോൾ ആ ഒരു കോപം നമ്മുടെ മേൽ വരുന്നു. ഈ ദേവാലയത്തിൽ കയറി ആ ശുദ്ധീകരണ കർമ്മം ചെയ്തതുപോലെ തൻ്റെ പരിശുദ്ധിക്ക് ചേരാത്ത പാപത്തിൻ്റെയും തിന്മയുടെയും മുമ്പിലുള്ള ദൈവത്തിൻ്റെ നിലപാടാണ് ഇവിടെ വെളിപ്പെടുന്നത്. പാപം, തിന്മ, അതിനെതിരെയുള്ള യേശുക്രിസ്തുവിൻ്റെ ഒരു നിലപാട്. നമുക്കറിയാം, പാവം എന്നെ ചതിക്കും, പാവം എന്നെ കൊല്ലും. പാപത്തിൻ്റെ സ്വഭാവം നമ്മളെ തകർക്കുക എന്നുള്ളതാണ്. പാപത്തിൻ്റെ സ്വഭാവം നമ്മളെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അപ്രകാരമുള്ള ഈ പാപത്തിൻ്റെ മേൽ അല്ലെങ്കിൽ തിന്മയുടെ പ്രവൃത്തികളിന് മേലുള്ള കർത്താവിൻ്റെ ആ വലിയ ഒരു എന്താ നമ്മളതിന് പറയേണ്ടത്, ഒരു സാന്നിധ്യം അത് ഈശോ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അപ്പം പാപങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രം പോരാ ഈ ദേവാലയം ശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ. അതിന് അധീനമായിട്ട് നമുക്ക് ചെയ്യാൻ സാധ്യതയുള്ള പാപത്തിൻ്റെ വഴികളെയും പാപത്തിൻ്റെ പ്രലോഭനങ്ങളെയും കൂടെ വിട്ടു നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് കർത്താവ് ഇവിടെ നമ്മളെ കൂടുതലായി സ്നേഹത്തോടു കൂടി പറഞ്ഞ് പഠിപ്പിച്ചു തരിക. അപ്പം ഈശോ കോപിച്ച മറ്റു ചില സന്ദർഭങ്ങളും കൂടെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ മർക്കോസിന് സുവിശേഷം 3-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ മർക്കോസിന് സുവിശേഷം 3-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങളിൽ സാപത്തിൽ രോഗശാന്തി കൊടുക്കുന്നത് തെറ്റായ നിലപാടാണ് എന്നുള്ള അർത്ഥത്തിൽ യേശുവിനെ നോക്കിയവരുടെ മേൽ, അതായത് കൈ സൂക്ഷിച്ച മകനെ സുഖപ്പെടുത്താനായിട്ടുള്ള ആ സമയപരിധിയിൽ ഇവർ യേശു എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് കർത്താവ് ആ തെറ്റായ നിലപാടിനെ ദുഃഖത്തോടുകൂടെ അവരെ നോക്കി, അല്ലേ? ദുഃഖത്തോടുകൂടെ കർത്താവ് അവരെ നോക്കി. എന്നിട്ട് പറഞ്ഞ് കൈ സൂക്ഷിച്ച മകന് കർത്താവ് അവിടെ സൗഖ്യം കൊടുക്കുകയാണ്. കോപത്തോടെ അവരെ നോക്കിയെന്ന് വചനത്തിൽ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. എന്നിട്ട് യേശു അവിടെ പറയുകയാണ്, 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കുന്ന തൻ്റെ ദേവാലയം ആകുന്ന ആ പരിശുദ്ധമായ ശരീരത്തെക്കുറിച്ചും യേശു ഇവിടെ സംസാരിച്ച് കൃത്യമായും വ്യക്തമായും വെക്കുന്നുണ്ട്. അപ്പോൾ പുതിയ ദേവാലയമായ മിശിഹായിൽ കേന്ദ്രീകൃതമായ നമ്മളുടെ സഭയാകുന്ന ഈ ശരീരം, ക്രിസ്ത്യാനിയാകുന്ന എൻ്റെ ഹൃദയമാകുന്ന ഈ ശരീരം, സ്വർഗീയ ജെറുസലേമാകുന്ന ഈ ദേവാലയം, ഇവിടെ എല്ലാം അതിൻ്റെതായ പരിശുദ്ധിയും മഹത്വവും എല്ലാം കൊടുക്കണമെന്നാണ് അർത്ഥം. നമുക്കറിയാം, പള്ളിയിലൊക്കെ പോകുമ്പം അതിൻ്റെ അൾത്താരകൾ, അല്ലെ പള്ളിക്കകം, പള്ളിയുടെ മുറ്റം, ചുറ്റുവട്ടങ്ങൾ ആരാധനയ്ക്ക് യോഗ്യമായ രീതിയിൽ എത്ര വൃത്തിയായിട്ടാണ് അതെല്ലാം സജ്ജീകരിച്ച് വെച്ചേക്കുന്നേ. അവിടെ അശുദ്ധമായിട്ടുള്ള ഒന്നും അവിടെ വെച്ച് കള്ളു കുടിക്കാനോ വീടി വലിക്കാനോ മറ്റ് ആഭാസ പ്രവർത്തനങ്ങൾ നടക്കാനോ ഒന്നും അനുവദിക്കുകയില്ല. അത് ആരാധനാലയമായി മാറ്റപ്പെട്ടിരിക്കുകയാണ്, സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മളുടെ ഈ ആലയത്തിൽ ദൈവത്തിന് ബലിയർപ്പണം നടക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ മനസാക്ഷിയിൽ നല്ലത് ചെയ്യുമ്പോൾ, നമ്മുടെ ചിന്തയിൽ നല്ലത് ചെയ്യുമ്പോൾ, നമ്മുടെ പ്രവൃത്തിയിൽ നല്ലത് ചെയ്യുമ്പോൾ ഈ ആലയം ഞാൻ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കുക. പാപത്തിലേക്ക്, പാവപ്രകൃതിയിലേക്ക്, പാപാവസ്ഥകളിലേക്ക് നമ്മുടെ ഈ ശരീരത്തെ വിട്ടുകൊടുക്കരുത്. ദേവാലയം ശുദ്ധീകരിച്ച കർത്താവ് ഇന്ന് എൻ്റെ ശരീരമാകുന്ന ഈ ദേവാലയം, സഭയാകുന്ന ഈ ദേവാലയം, അവൻ ഇന്നും എപ്പോഴും അത് ശുദ്ധീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടൊരു ശുദ്ധീകരണ കർമ്മം യേശുക്രിസ്തു നമ്മൾ നടത്താൻ ആശിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിന് വിധേയപ്പെടാം. നമ്മളിലെ അശുദ്ധിയെല്ലാം നമുക്ക് ഉപേക്ഷിക്കാം. പാപങ്ങളും പാപസ്വഭാവങ്ങളും പാപം നമുക്ക് സമ്മാനിക്കുന്ന ശരീരത്തിന് സുഖങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഈ ആലയത്തെ ഏറ്റവും പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കാം. ഇത് കള്ളന്മാരുടെ, കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റരുത്. കർത്താവിൻ്റെ നാമം പേറുന്ന ഈ ആലയത്തിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കർത്താവ് ഏറെ ആശിക്കുകയും ആഗ്രഹിക്കുകയുമാണ്. ഈ വചനം കേട്ട നമ്മൾക്ക് ഏകമനസ്സോടെ, ഹൃദയത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ വചനം ഞങ്ങൾക്ക് തന്ന ഈ വലിയ സമാധാനത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. വചനത്തിന് അനുസൃതമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ ഈ ഹൃദയമാകുന്ന, ശരീരമാകുന്ന ആലയം, അങ്ങയുടെ നാമം പേറുന്ന ആലയം, അതിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ എന്നും എപ്പോഴും ഞങ്ങളെ എല്ലാവരെയും കാത്തുകൊള്ളണം. ഈ ആലയത്തിൻ്റെ നാഥനായി, കർത്താവായി യേശുവേ,
അങ്ങ് വസിക്കണമേ എന്നും ഏറ്റവും വിനീതമായി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ട വചനത്താൽ അവിടുന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കുമാറാകണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ